ഗായകൻ വേടനോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടിയിരുന്നു. വേടൻ ബാംഗ്ലൂരാണുള്ളത്. വേടന്റെ പ്രതികരണത്തിലേക്ക്. കേരളത്തിലെ ജാതി സമൂഹത്തിന്റെ അവസാനത്തെ ഇരയാണ് നിതിൻ. കേരളത്തിലെ പൊതുവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതിയാണ് പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വന്ന ആ പയ്യനെ കൊന്നുകളഞ്ഞു. നിതിന്റെ അപ്പനും അമ്മയ്ക്കും നീതി കിട്ടിയിട്ടില്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് നീതി കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ശരി, സണ്ണി എം കബിക്കാട്, ഇവിടെ ആ വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു, എന്നിട്ട് ഈ പറയുന്ന അസഭ്യങ്ങളൊക്കെ പറയുന്നു, എന്നിട്ട് ഇവന്റെ മാർക്കിൽ ഇവന്റെ ആൻസർ ഷീറ്റിൽ എന്തോ ഒരു തെറ്റ് എന്താ ക്ലാസ്സിൽ മുഴുവൻ എല്ലാവരോടും വായിക്കാൻ പറയുന്നു. എല്ലാവരും ചിരിക്കണം, ചിരിച്ചില്ലെങ്കിൽ ഇവന് മാർക്ക് കുറയും. സണ്ണി എം കബിക്കാട്, ഈ അവൻ്റെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ എന്താണ് ഒരു സർജറി ഉണ്ടായി. ആ സർജറിയിൽ അമ്മ കിടക്കുമ്പോഴേക്കും ഇന്റേണൽ മാർക്ക് കട്ട് ചെയ്തിട്ട് പോയി കിടക്കുന്ന അമ്മയോട് പോയി പറ, അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് പറയുന്നു. ഇവനൊക്കെ മനുഷ്യന്മാരാണോ പിശാചുക്കളാണോ ശ്രീ സണ്ണി എം കബിക്കാട്? ഞാൻ പറയുന്നൊരു കാര്യം, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാനും ദിനുവും പറഞ്ഞത് സെൻറ്റിമെൻറ്റ്സ് ആണെന്ന് തോന്നുന്ന രാഹുൽ ഈശ്വർ തിരുത്തേണ്ടതുണ്ട്. ഞങ്ങൾ സെൻറ്റിമെൻറ്റ്സ് അല്ല പറയുന്നത്. ഞങ്ങളൊരു സാമൂഹികമായൊരു യാഥാർത്ഥ്യത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് മറ്റുള്ളവർ പറയുന്നതിൽ നിന്ന് ഭിന്നമായ ചില അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതിന് സെൻറ്റിമെൻറ്റ്സിൻ്റെ കാര്യമൊന്നുമില്ല. യാഥാർത്ഥ്യമാണ് പറയുന്നത്, സാമൂഹിക ശാസ്ത്രമാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കാസ്റ്റാണെന്ന് ഞങ്ങൾ നിർണയിക്കുന്നതും അതിൻ്റെ ഒരു യുക്തിയിലാണ്. അത് മനസ്സിലാക്കാൻ രാഹുൽ ഈശ്വർ ശ്രമിക്കേണ്ടതുണ്ട്. ഒരു വികാരപ്രകടനത്തിൻ്റെ കാര്യമല്ലിത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം, അതായത് ഒരു കുട്ടിയെ എഴുന്നേൽപ്പിച്ച് നിർത്തുക, അവൻ്റെ ഒരു തെറ്റ് ക്ലാസ്സിൽ വായിക്കുമ്പോൾ എല്ലാവരും ചിരിക്കുക, ഇതൊരു ജാതി മനുഷ്യന് മാത്രം പറ്റുന്നൊരു കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് തങ്ങളെന്തോ വലിയ ഉയർന്ന ജാതിയാണെന്നും ഇവൻ ആക്ഷേപിക്കപ്പെടാനും അപമാനിക്കപ്പെടാനും അർഹനാണെന്ന് തോന്നുന്ന ആ മനോനിലയുണ്ടല്ലോ, അതാണ് ജാതി എന്ന് പറയുന്ന കാര്യം. ഇത് അയാളിൽ മാത്രമുള്ളൊരു കാര്യമല്ല. അവിടെ സ്റ്റാഫ് റൂമിൽ വിളിച്ചു വരുത്തി എല്ലാവരും കൂടി കൂട്ടത്തോടെ ആക്രമിക്കുമ്പോൾ ഒരാളെങ്കിലും വേണ്ടേ? അത് പറ്റില്ല. നിങ്ങളങ്ങനെ പറയരുത്. അവൻ നമ്മുടെ വിദ്യാർത്ഥിയല്ലേ എന്ന് ചോദിക്കാൻ ഒരാൾ പോലും അവശേഷിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇതിനകത്ത് ഈ നമ്പ്യാരെന്ന് അങ്ങനെയൊന്നും പറയരുതെന്ന് പറയേണ്ട കാര്യമില്ല. അത് പറയേണ്ടത് പറയുക തന്നെ ചെയ്യണം. അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ കാസ്റ്റിനെ കാണേണ്ടത്, കാസ്റ്റ് എന്നത് ഒരു അധികാര വ്യവസ്ഥയാണ്. അതിൽ സവർണമെന്ന് കരുതുന്നവർ കീഴ്ത്തട്ടിനെ ആക്രമിക്കുവാനും അപമാനിക്കുവാനും അവരെ സഹോദര തുല്യം കാണാതിരിക്കുവാനും കൃത്യമായ പരിശീലനം കിട്ടിയവരാണ്. ഇതിനകത്തുള്ള ഒരു കാര്യം ഈ അധ്യാപകർക്ക് പരിശീലനം ഇല്ലാത്ത ഒന്നുമല്ല ഇതിൻ്റെ കാര്യം. ആരാ ഈ പരിശീലനം കൊടുക്കുന്നത്? ഇവരെ പോലുള്ളവർ തന്നെയാണ് അതിൻ്റെ സിലബസ് തീരുമാനിക്കുക. ഈ ഇന്ത്യക്കകത്ത് ഈ സിലബസിനകത്ത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ എഡ്യൂക്കേഷനകത്ത് കാസ്റ്റ് ആൻഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒരു പാഠ്യ പദ്ധതിയായിട്ട് വരാത്തത്? എന്തുകൊണ്ടാണ് വരാത്തത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.